ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഗിഫ്റ്റ് പാക്ക് റെഡിയാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഡ്രൈ ഫ്രൂട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ചെപ്പാണ്. ഇത് ഞാൻ നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ആവശ്യമാണ്. പിന്നെ 2 കളർ ആവശ്യമാണ്. അതിലൊന്ന് ബ്ലാക്ക് കളറും പിന്നെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് ബ്ലാക്ക് കളർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കളർ മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഡാർക്ക് ബ്രൗൺ കിട്ടും. കണ്ടില്ലേ, നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ കിട്ടിയത്. ഇനി നമുക്ക് ചെപ്പിലോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെപ്പില്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീം ചെപ്പിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതേമാതിരി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പായസം വാങ്ങുമ്പോൾ കിട്ടുന്നൊരു ചെപ്പില്ലേ, അതിലും ചെയ്യാൻ പറ്റും. പിന്നെ മിഠായിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു ചെപ്പില്ലേ, അതിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നന്നായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 2 കോട്ടൊക്കെ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ അതിൻ്റെ അടപ്പനും പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യുന്നില്ല, കാരണം പുറത്ത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചെപ്പാകുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്തായാലും നമുക്ക് അകത്ത് കാണാൻ പറ്റും. അതാണ് നമ്മൾ അകത്ത് പെയിൻറ്റ് ചെയ്യുന്നില്ല, പുറമെ മാത്രമേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കിത് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം. ഐസ്ക്രീം സ്റ്റിക്സ് ഒരു 1.25 ഇഞ്ച് വലുപ്പത്തിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ പാത്രം നല്ല ഇതിൽ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റൊക്കെ നന്നായി ഉണങ്ങി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ് ഭാഗത്ത് നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത്, ഗ്ലൂ തേച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫിനിഷിംഗ് ലെവലിൽ ഞാനൊരു ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ പകുതിയാക്കി എടുത്തിട്ടാണ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ അടപ്പനെ കുറച്ച് പണി കൂടി ഉണ്ട്. അപ്പോൾ അതിനായിട്ടൊരു 5 ഐസ്ക്രീം സ്റ്റിക്സ് എടുക്കാം. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് നല്ലൊരു ഭംഗിയിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഓരോന്നും ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ ഓരോന്നെന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമുക്കൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനൊക്കെ തരുന്നൊരു സംഭവമാണ് കേട്ടോ. അത് നമ്മളത് ചെയ്ത് അത് മുഴുവനാക്കിയിട്ട് അത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, പിന്നെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷനും അതൊക്കെ ഒരു പ്രത്യേക ലെവലാണ്. അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഇത് നമുക്ക് പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നീളത്തിൽ മുറിച്ചിരിക്കുന്ന ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറുതാക്കി കട്ടാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ അടപ്പൻ്റെ ആ റൗണ്ട് ഭാഗത്ത് ഓരോന്നായിട്ട് നല്ല ഭംഗിയിൽ ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പെയിൻറ്റിങ് 1 കോട്ട് പെയിൻറ്റിങ് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല. 2 കോട്ട് അടിച്ചാൽ അതിൻ്റെ ആ ഫിനിഷിംഗ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് 1 കോട്ട് അടിച്ചതിന് ശേഷം 2nd കോട്ട് അടിക്കാനായിട്ട് ശ്രമിക്കുക. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കുമ്മയ്ക്ക് പെയിൻറ്റ് ആവാതെ പെയിൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കുമ്മ റൈറ്റിംഗ് വരുന്ന ഏരിയ ആണ്. അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്തതിൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ പെയിൻറ്റ് ചെയ്യേണ്ട. ഇനി നമുക്ക് ലവ് ഷേപ്സ് ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡ് പീസ് മെറ്റീരിയലാണ്. കാർഡ്ബോർഡ് ഷീറ്റിൽ ഇതുപോലെ ലവ് ഷേപ്പ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഷേപ്പ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചത് എടുത്തിട്ട് അളവെടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത്. മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് 10 ഷേപ്സ് ആവശ്യമായിട്ട് വരും.
പിന്നെ 20 പീസ് ഞാനിങ്ങനെ റെഡ് ചാർട്ട് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ലവ് ഷേപ്സ്. ഇപ്പം നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആണ് ലവ് ഷേപ്സ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമ്മൾ കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതുമ്മേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ 2 ഭാഗത്ത് നമുക്ക് ഈ റെഡ് ചാർട്ട് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേടാ, നല്ല അടിപൊളി ലവ് ഷേപ്പായില്ലേ. അപ്പോൾ ഇതാരെങ്കിലും പറയുമോ കാർഡ് പീസിലാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നില്ല. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാർക്കർ പെൻ ആവശ്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഓരോ തോട്ട്സുകൾ അതിലെഴുതാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് 10 I love you reasons ആണ്. അപ്പോൾ I love you reasons ഞാൻ 10 എണ്ണം എഴുതിയെടുത്തിട്ടുണ്ട്. ക്രോമിലൊക്കെ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ റീസൺസ് കിട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് മെറ്റാലിക് ഗോൾഡ് പെയിൻ്റ് ആണ്. അത് നമുക്ക് നേരത്തെ ചെയ്ത് വെച്ച ഇതുമ്മേക്ക് നമുക്ക് ഇതേമാതിരി കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും, ഗോൾഡ് ആൻറ്റിക് ലുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലേ, അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളെന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് അടപ്പനുമ്പോൾ ഇതുമാതിരി 10 reasons why I love you എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. പിന്നെ ഞാൻ ചെറിയൊരു ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റെഡ് മാർക്കർ പെൻ ഉപയോഗിച്ച് ചെയ്തതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ചെയ്ത് വെച്ച സംഭവങ്ങളൊക്കെ വെച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബോക്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് പേള് പിന്നെ ബ്ലൂ പേള് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിൽവർ ഗ്ലിറ്റർ കണ്ടിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഞാൻ ഇതിലേക്ക് മയിൽപ്പീലി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രം ഞാൻ ഇടുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. പിന്നെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.